ശ്രീ ഏറ്റവും വലിയ റിജിൽ ആരോപണം. മാക്കുറ്റി, ഞാൻ പറഞ്ഞു വന്നത് ഈ സോണിയാഗാന്ധി അങ്ങനെ കാണുക എന്നുള്ളത് എളുപ്പമല്ല. ഇപ്പൊ സോണിയാഗാന്ധിക്ക് ഇതിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഇതിലെ ഈ കൊള്ളയിൽ ബന്ധമുണ്ട് എന്നൊന്നുമല്ല. പക്ഷേ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഒരു ആക്സസ് കിട്ടുന്നത് എന്നുള്ളതിന് മറുപടി പറയേണ്ടി വരില്ലേ? കാരണം സോണിയാഗാന്ധിയെ കാണുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്ക് പോലും സാധിക്കാത്തത്, കെ കരുണാകരൻ ഉൾപ്പെടെയുള്ളവർക്ക് സാധിക്കാത്തൊരു കാര്യം ഇദ്ദേഹത്തിന് എങ്ങനെ സാധിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഇന്നലെ അടൂർ പ്രകാശ് ചില കാര്യങ്ങളിലൊക്കെ മറുപടി പറയാൻ ശ്രമിക്കുന്നു. പിന്നീട് അദ്ദേഹം മാധ്യമപ്രവർത്തകർ കൂടുതലായി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം മതിയാക്കി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടെ പറയുന്ന ഒരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നെ വിളിച്ചു, സോണിയാഗാന്ധിയെ കാണാൻ ഞാൻ പോവുകയാണ്, അപ്പോൾ ഞാൻ കൂടെ പോയി എന്ന് പറയുകയാണ്. ആരോടാണ് പറയുന്നത്? അടൂർ പ്രകാശിനെ അങ്ങോട്ട് വിളിച്ച് ഈ പോറ്റി പറയുകയാണ്, ഞാൻ സോണിയാഗാന്ധി കാണാൻ പോകുന്നു, താങ്കൾ എൻ്റെ കൂടെ ഒന്ന് വരണം. ഇങ്ങനെയൊക്കെയുള്ള മറുപടികൾ പറഞ്ഞ് അത് കൂടുതൽ വെട്ടിലാകുന്ന തരത്തിലേക്കല്ലേ ശ്രീ റിജിൽ മാക്കുറ്റി കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം? ശ്രീമതി അനുജ, ഇപ്പോൾ നിങ്ങളിവിടെ സൂചിപ്പിച്ചപ്പോൾ ബി ജെ പിയുടെ പ്രതിനിധിയും സി പി എം പ്രതിനിധിയും ഒരുപോലെയാണ് പറയുന്നത്. സോണിയാഗാന്ധിയാണ് ഇപ്പോൾ ഈ കേൾക്കുന്ന ആളുകളെ വർത്തമാനം കേട്ട സോണിയാഗാന്ധിയാണ് ഇതൊക്കെ ചെയ്തു എന്നുള്ള രൂപത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ സോണിയാഗാന്ധിയെ അവിടെ പറഞ്ഞ ഈ പ്രയാർ ഗോപാലകൃഷ്ണന്റെ പേരും അതും കൂടി നമ്മൾ പറയേണ്ടതാണ്. കാരണം ഉണ്ണികൃഷ്ണൻ ആ ഫോട്ടോയിൽ പ്രയാർ ഗോപാലകൃഷ്ണനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും ഒക്കെ നിൽപ്പുണ്ട്. അപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണൻ ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് നമുക്കറിയാം. എങ്കിൽ പോലും ഈ ഒരു ബന്ധം എന്നുള്ളത് ആരുമായും വളരെയധികം അടുത്തൊരു ആക്സസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തൊക്കെയാണ് കാണിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കുരുക്കൽപ്പെട്ടിരിക്കുകയാണ്. അതിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം എന്നുള്ളതിന് തർക്കമില്ല. ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ നിലവിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് അയാൾ മേൽശാന്തിയുടെ കീഴ്ശാന്തിയായി അവിടെ ജോലി ചെയ്ത ആളാണ്. അപ്പോൾ പല തട്ടിപ്പുകാരും പല ആളുകളുടെ ഇടയിലും പോകാറുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു ബഹുമാന പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഒരു ബ്ലോഗർ വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടനത്തിനിടെ വന്നപ്പോൾ കേരളത്തിൽ ടൂറിസം പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് അവരെ പരിചയപ്പെടുത്തിയ മുഹമ്മദ് റിയാസാണ്. അത്തരം ഒരു ആരോപണം വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യം എന്താ, മുഹമ്മദ് റിയാസിന് അവരുമായി ബന്ധമുണ്ട് എന്നല്ലല്ലോ പറഞ്ഞത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ പല തട്ടിപ്പുകാരെ കുറിച്ച് നമ്മൾ നോക്കും, പല നേതാക്കന്മാരോടൊപ്പം ഫോട്ടോ എടുക്കുന്നത്, അവരെ പോയി കാണുന്നൊക്കെ ബന്ധങ്ങളുണ്ടാവും. അത് വെച്ച് ആണോ ഇവർ പരിശോധിക്കുന്നത്? അങ്ങനെയാണ് പിണറായി വിജയന്റെ ചെവിയിൽ പറയുന്നതും കടകംപള്ളി സുരേന്ദ്രനുമായി ഏറെ അടുപ്പത്തിൽ സംസാരിക്കുന്നതും ഒക്കെ ഈ റിജിൽ മാക്കുറ്റി, അത് താങ്കൾ കണ്ടില്ലേ? ചെവിയിൽ പറയുന്നത് AI ചിത്രം എന്നുള്ളത് ഇന്നിപ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നല്ലോ. മുഖ്യമന്ത്രിയുടെ അടുത്ത്, അതെ, മുഖ്യമന്ത്രി ഇന്ന് അടുത്ത് നിൽക്കുന്നത് കടകംപള്ളിയുടെ അടുത്തിരിക്കുന്നത് AI ഫോട്ടോ ആണല്ലോ. അതെ അതെ, കൂടെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്നറിയോ, ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാവരും ഒരു ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കേസിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം നടത്തിയൊരു തട്ടിപ്പാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ച ആദ്യഘട്ടത്തിൽ മുഴുവൻ സൂചിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ മറുപടി പറയാൻ കഴിയാഞ്ഞിട്ടാണ്. ഈ പറയുന്ന 2 ആളുകൾ ജയിലിൽ കിടക്കുകയാണ്. അവർ ഉപ്പ് സത്യാഗ്രഹം നടത്തി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാട്ടം നടത്തി, അല്ലെങ്കിൽ കയ്യൂറും കരിവള്ളൂരും അതിനോട് മുനിയൻകുന്നും പോരാട്ടം നടത്തിയ സമരത്തിൻ്റെ നായകന്മാരായിട്ടാണോ ജയിലിൽ കിടക്കുന്നത്? അവർ CPM-ന്റെ ഉന്നതരായ നേതാക്കന്മാരായി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാരായി ഈ ദേവസ്വം ബോർഡ് ഭരിക്കുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണക്കൊള്ള നടത്തുന്നതിന് വേണ്ടി എല്ലാ തരത്തിലും പങ്ക് വഹിച്ച CPM-ന്റെ 2 നേതാക്കന്മാർ ഇന്ന് അവിടെ കിടക്കുകയാണ്. അവർക്കെതിരായി ഒരു നടപടി പോലും CPM സ്വീകരിച്ചിട്ടില്ല എന്നുള്ള ഒരു വസ്തുത ഇവിടെ ഉണ്ടായിരിക്കുമ്പോഴാണ് സോണിയാഗാന്ധിയെ കണ്ടു, അതാണ് ഇതിൻ്റെ പിറകിലെന്ന് പറഞ്ഞ് ഇത് CPM-ഉം അതോടൊപ്പം തന്നെ BJP-യും ഒന്നിച്ച് ആരോപണം ഉന്നയിക്കും. അതിൻ്റെ ലക്ഷ്യം എന്താണ് കൃത്യമായിട്ട് അറിയാം. ഞങ്ങൾക്കൊരു ഭയവുമില്ല. നിങ്ങൾ പരിശോധിക്കൂ, എപ്പോഴാണ് സ്വർണ്ണക്കൊള്ള നടന്നത്? 2019 മുതലാണ് ഇങ്ങോട്ടാണ് അവിടെ സ്വർണ്ണക്കൊള്ള നടന്നതെന്നും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടത്തിയതെന്നും അതിനകത്ത് രേഖകൾ സഹിതം നമ്മുടെ മുമ്പിൽ തെളിവായി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ പറയുന്ന 2 CPM-ന്റെ നേതാക്കന്മാർ ജയിലിൽ പോയത്. പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കും. കേരളത്തിലെ പ്രയാർ ഗോപാലകൃഷ്ണൻ മാത്രമല്ല എന്നുള്ളതും റിജിൽ മാക്കുറ്റി, അതും ഇപ്പോൾ ചോദ്യങ്ങളായി ഉയർന്നു വരുന്നുണ്ട്. ഞാനത് താങ്കളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം, താങ്കൾ അത് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ. ബെല്ലാരിയിലാണല്ലോ ഈ പറയുന്ന ഗോവർദ്ധനുള്ളത്. ഗോവർദ്ധനും ആ പടത്തിലുണ്ട്. അപ്പൊ ബെല്ലാരിയും സോണിയാഗാന്ധിയുമായുള്ള ബന്ധം എന്താണ് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. അപ്പോൾ ഇതിൽ കഴമ്പുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ ഒരു ചിത്രം അത് AI ചിത്രമല്ല എന്നുള്ളതും താങ്കൾ സമ്മതിക്കുമല്ലോ. ചിത്രം വന്നതിൻ്റെ എൻ്റെ ശ്രീമതി അനുജ, ചിത്രം വന്നതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞല്ലോ, പല തട്ടിപ്പുകാരായ ആളുകളും ബെല്ലാരിയിൽ അവിടെ സോണിയാഗാന്ധി ബന്ധമുണ്ട് നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഉണ്ടല്ലോ. അവിടെയുള്ള ഒരാളല്ലേ, ആര് വന്ന് ഫോട്ടോ എടുത്താൽ പോലും ആ ഫോട്ടോ എടുത്തത് കൊണ്ടാണോ ഈ പറയുന്ന കാര്യങ്ങൾ? എങ്ങനെ കേരളത്തിൽ അങ്ങനെ ഫോട്ടോയുടെ കണക്ക് വന്നാൽ എത്രയാൾ ജയിലിൽ പോകേണ്ടി വരും? നിങ്ങൾ അന്വേഷിക്കത്തോ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ സർവ്വ സംവിധാനവും ഇവിടെയില്ലേ? അതോടൊപ്പം തന്നെ കേരള സംവിധാനം അന്വേഷിക്കട്ടെ. മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട
ഗുരുതരമായ ഒരു ആരോപണം ആ ഒരു തലത്തിലേക്ക് കൊണ്ട് ചെന്നെത്തിച്ചത്. അതിനു മുൻപ് നമ്മൾ ഇത്തരം ആരോപണം കേട്ടതാണ്. ചില നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ അവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഇത് ഉന്നയിച്ചതോടെ അതും അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് എത്തുന്നു എന്ന രീതിയിലാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു പരാതിയുണ്ട് എന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് പക്കലേക്ക് ഇത്തരമൊരു പരാതി അല്ലെങ്കിൽ നിങ്ങൾക്ക് പക്കൽ എന്താണ് കൈവശമുള്ളത് എന്നുള്ള തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആ തരത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുമോ ഡോക്ടർ പി കെ ഗോപൻ? ശ്രീമതി അനുജ ഒരു സെക്കൻഡ്, ഞാൻ പറഞ്ഞ് പൂർത്തിയാകുന്നതിനിടക്കാണ് നിങ്ങൾ പോയത്. ഒറ്റ കാര്യം കൂടി എനിക്ക് പറയാനുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി. ഞാൻ പറഞ്ഞത് രമേശ് ചെന്നിത്തല ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അത് എസ് ഐ ടിക്ക് അദ്ദേഹം കൃത്യമായി അദ്ദേഹം മൊഴി കൊടുത്തു. 500 കോടിയുടെ ആരോപണമാണ് അദ്ദേഹം, 1000 കോടി രൂപയുടെ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അത് കൃത്യമായി അദ്ദേഹം മൊഴി കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് സോണിയാഗാന്ധി ഈ കേസിനകത്ത് പ്രതിയാണെങ്കിൽ എന്തുകൊണ്ടൊരു പരാതി ഈ എസ് ഐ ടി കൊടുത്തിട്ടില്ല? വെറുതെ പറയുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു പോകുന്നപ്പുറത്തേക്ക് അങ്ങനെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ മുഖ്യമന്ത്രി എസ് ഐ ടിക്ക് പരാതി കൊടുക്കണ്ടേ, അല്ലെങ്കിൽ എസ് ഐ ടിക്ക് മൊഴി കൊടുക്കണ്ടേ? അതിന് എസ് ഐ ടി എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിന്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാരല്ലേ, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അപ്പോൾ തങ്ങൾക്ക് മേലെ വന്നിട്ടുള്ള വലിയ ആരോപണം, തങ്ങളുടെ നേതാക്കന്മാർ ജയിലിൽ കിടക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കാണിക്കുന്ന ഒരു ഗിമ്മിക്ക് മാത്രം അതിനപ്പുറത്തേക്ക് വസ്തുത എന്താണെന്ന് വളരെ കൃത്യമായി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പാർട്ടി നേതൃത്വത്തിൽ നന്നായി അറിയാം. അതാണ് ഗോവിന്ദൻ പറഞ്ഞത്, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾ ജയിലിൽ കിടന്നിട്ടുണ്ട് എന്ന്. ഈ പറയുന്ന 2 പ്രതികൾ, ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായി ഈ കൊള്ളക്കാർ ജയിലിൽ കിടക്കുമ്പോൾ പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. ഞങ്ങൾ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.